അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടാട്ട മുളക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ കുറേ മുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ പഴുത്ത് പോവുകയാണ്. അപ്പോൾ അത് ഞാൻ ഉണക്കി പൊടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ നമ്മൾ കൊണ്ടാട്ട മുളക് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പലതരം മുളകുണ്ട് ഇതിൽ. അപ്പോൾ എല്ലാവരും നമ്മൾ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല എരിവുള്ള മുളകാണ്. ഇവിടെയൊക്കെ വേറെ തരം മുളകാണ് കേട്ടോ. ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ മുളക് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എരിവാണ്. അപ്പോൾ ഇതിലൊരു പകുതിയൊക്കെയാണ് ഞങ്ങൾ കറിയിലേക്ക് ഇട്ടുള്ളൂ. അത്രയും എരിവാണിത്. അപ്പോൾ ഇത് മൂക്കണേറ്റ് മുന്നെയാണ് ഞാൻ ഇപ്പോൾ പൊട്ടിക്കണത് കേട്ടോ. അപ്പോൾ ഇത് ഉപ്പിലിട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നല്ല മൂത്തത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് ചള്ള് നന്നായി മൂക്കണേറ്റ് മുന്നേ പൊട്ടിച്ചിട്ട് വേണം നമ്മൾ ഉപ്പിലിടാനായിട്ടാണ്. നല്ല എരിവൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല മൂത്തിട്ട് ഇടാം. അപ്പോൾ ഞാനിതും കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ കൊണ്ടാട്ട മുളക് ഉണ്ടാക്കാനായി. അപ്പോൾ ഒരു കൊട്ട നിറച്ച് മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പൊട്ടിച്ചുള്ളൂ. പിന്നെ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് പൊട്ടിച്ചിട്ടുള്ള കുറച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതും കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ട് നമ്മളൊന്ന് കീറി കൊടുക്കും. പിന്നെ ഇഡ്ഡലി പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കും. പിന്നെ ഉപ്പും നമ്മൾ തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് വെയിലത്തിടുക കേട്ടോ. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് നല്ല അടിപൊളി തൈര് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പരിപാടിയിലേക്കാണ് കേട്ടോ പോണത്. ഇന്ന് പൊട്ടിച്ചത്. അപ്പോൾ ഇതും ഇന്ന് പൊട്ടിച്ചത് തന്നെയാണ് കേട്ടോ. ഇത് 2 ദിവസം മുൻപ് പൊട്ടിച്ചിട്ടുള്ളതാണ്. അത് കഴുകിയിട്ട് ഞാൻ വാര വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മുടെ കൊണ്ടാട്ട മുളകൊക്കെ കഴുകിയിട്ട് വാര വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടാട്ട മുളക് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമെന്നറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കണതെന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ രണ്ടാമത്തെ ട്രിപ്പാണ് ഇപ്പോൾ മുളക് ഉണ്ടാക്കണത്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഒരു 4-5 ദിവസത്തെ മെനക്കെടുണ്ട്. നല്ല വെയിലുള്ള ദിവസമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. മഴയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ എടുക്കുക, കൊണ്ടുവയ്ക്കുക അങ്ങനെയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊണ്ടാട്ട മുളക്. അത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കാണ് പതിവ്. അപ്പോൾ ചെറിയൊരു പാക്കറ്റ് മേടിക്കുമ്പോൾ അതിലാകെ 4-5 എണ്ണമൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ മുളക് കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറേ നമ്മൾ ഓരോരുത്തർക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അടുത്ത വീട്ടിലേക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ ഉണ്ടാകുമ്പോൾ എല്ലാതും ഒരുമിച്ചാണ് ഉണ്ടാവും. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഉണക്കി പൊടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചധികം ഉണ്ടാക്കാം, എന്തായാലും മെനക്കിടല്ലേ. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കി വെക്കാനാണ് ബുദ്ധിമുട്ട്. തീരാൻ വളരെ എളുപ്പമാണ് കേട്ടോ. എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് വെള്ളമൊക്കെ തോർന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ മുളക് ഓരോന്നും എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കീറി കൊടുക്കണം കേട്ടോ. അപ്പം മുഴുവനായിട്ട് കീറേണ്ട, ഒരു ഭാഗം ഒരു സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് കീറി കൊടുത്താൽ മതി. അത് നമ്മുടെ ഉപ്പും തൈരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കീറിയിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് കീറി എടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്പോൾ നമ്മുടെ മുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറിയിട്ട് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫാക്കിയിട്ട് നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് വെന്ത് പോകണ്ട. അപ്പോൾ ഒന്ന് ആവി വന്നതിന് ഒരു വാടൽ പോലെ വന്നാൽ മതി കേട്ടോ. അപ്പോൾ അത്
നമ്മൾ തൈരിലേക്ക് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊന്ന് വാടി വന്നിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് തൈരിലേക്ക് ഇട്ട് വെക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള തൈരാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ആ തൈരിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് അറിയാമല്ലോ നമ്മുടെ മുളക് എത്രത്തോളം ഉണ്ട്, അതിലേക്ക് എത്രത്തോളം ഉപ്പ് വേണം എന്നുള്ളത്. നമ്മളത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് ഒന്ന് മുന്നായിട്ട് നിൽക്കണം, നമ്മൾ ആ ഒരു മുളകിലേക്കൊക്കെ പിടിക്കേണ്ടതല്ലേ. അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് ഞാൻ ആവിയുടെ മുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ട് തന്നെയുള്ളൂ. നന്നായി വാടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല പോലെ ഇങ്ങനെ എന്താ പറയുക ഫ്ലീ ആയി കിട്ടും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം നമ്മുടെ തൈരിൻ്റെ മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇനി ഒരു ദിവസം അങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഉച്ചയ്ക്കൊക്കെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് ഇട്ടത്. അപ്പോൾ തൈരും ഉപ്പൊക്കെ പിടിച്ചിട്ട് ഇതൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് തൈരിൻ്റെ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു തൈരിൽ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇത് ഉണക്കാൻ വെക്കണം. ഞാനിപ്പോൾ ഒരു പുതിയൊരു മുറം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഇട്ടിട്ട് ഉണക്കണത്. അപ്പോൾ അതിലത്തെ തൈരൊക്കെ നല്ലപോലെ ഒന്ന് വാർത്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മുളക് എല്ലാതും ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഉണക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ രാവിലെ കൊണ്ടുവയ്ക്കുക, വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും ആ തൈരിൽ തന്നെ നമ്മൾ വീണ്ടും ഈ ഒരു മുളക് ഇട്ട് വെക്കും കേട്ടോ. കാരണം നമ്മൾ എത്രത്തോളം ആ ഒരു തൈരിൽ ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ ഒരു പുളിയും ഉപ്പൊക്കെ അതിൽ പിടിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു തൈര് തീരുന്ന വരെ നമ്മൾ ഈ ഒരു പരിപാടി തുടർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. രാവിലെ ആകുമ്പോൾ നമ്മൾ എടുത്തിട്ട് വെയിലത്ത് കൊണ്ടുവയ്ക്കും, വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും അതൊക്കെ എടുത്തിട്ട് ഈ തൈരിൽ തന്നെ ഇട്ട് വയ്ക്കും. അങ്ങനെ തൈരൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഈ ഒരു മുളക് മാത്രം നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും മുളകാണ് കേട്ടോ അപ്പോൾ ഒന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആവിയൊക്കെ കൊണ്ട് മുളകും തൈരിലൊക്കെ ഇട്ട് വന്നപ്പോൾ ഒന്ന് ചുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ മുളകൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസം ഇടേണ്ടി വന്നു. കാരണം അതിൻ്റെ ഇടയിൽ 2-3 ദിവസം മഴയൊക്കെ വന്ന് പിന്നെ ഇടാനൊന്നും പറ്റിയില്ല വെയിലത്ത്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ദിവസം എന്താ പറയുക കൂടുതലായിട്ട് ഇതിൻ്റെ മുകളിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നല്ലപോലെ തന്നെ നമുക്ക് മുളകൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് നമ്മളിത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ശ്രീകുട്ടന് നല്ലപോലെ മുരിഞ്ഞതാണ് ഇഷ്ടം എനിക്കും. അപ്പോൾ മുരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കുറയും എന്നാണ് ഞങ്ങളുടെ ഒരു വിചാരം. അപ്പോൾ ഇതാ നല്ലപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല തകർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് കാറ്റൊന്നും കിടക്കാത്ത ഒരു പാത്രത്തിലിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.